അമുതന്റെ കൊലപാതകം ലഹരി പരാതി കിട്ടിയിട്ടില്ല, ആരോപണങ്ങൾ തള്ളി ഹിന്ദുസ്ഥാൻ കോളേജ് അധികൃതർ. 21 ജൂലൈ அன்னைக்கு இரவு அஜீஷ் அண்ட் அமுதன் ரெண்டு பேரும் ஒரே துறையை சார்ந்த மாணவர்கள், மெக்கட்ரானிக்ஸ் இன்ஜினியரிங். அவங்க நைட்டு ஹாஸ்டல் ரெண்டு பேருமே விடுதியில தங்கிக் கொண்டு படித்துக் கொண்டிருப்பவர்கள். அவங்க நைட்டு കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയായ കെ അമുദൻ സഹപാഠികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മാതാപിതാക്കളുടെ ഗുരുതരമായ ആരോപണങ്ങൾ നിഷേധിച്ച് കോളേജ് പ്രിൻസിപ്പൽ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ കോളേജിനെതിരെ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കോളേജ് അധികൃതർ നടത്തിയ പ്രസ് മീറ്റിലാണ് പ്രിൻസിപ്പൽ ആരോപണങ്ങൾ നിഷേധിച്ചത്. ഹോസ്റ്റലിലെ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചോ അതിന്റെ വിൽപ്പനയെക്കുറിച്ചോ കൊല്ലപ്പെട്ട അമുദൻ കോളേജ് മാനേജ്മെന്റിന് യാതൊരുവിധ എഴുത്തുപൂർവമായ പരാതിയോ കത്തോ നൽകിയിട്ടില്ലെന്നും അതിനാൽ തന്നെ വിവരം ചോർത്തി നൽകിയെന്ന മാതാപിതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ജൂലൈ 24-ന് കോളേജ് ഹോസ്റ്റലിലെ ഉത്തരേന്ത്യക്കാരനായ ഒരു പാചകക്കാരനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അമുദനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 11 വരെയായിരുന്നു സസ്പെൻഷൻ കാലാവധി. സസ്പെൻഷനിലായ വിദ്യാർത്ഥി കോളേജിന് പുറത്ത് സുഹൃത്തുക്കളോടൊപ്പം വാടക മുറിയിലാണ് താമസിച്ചിരുന്നതെന്ന കാര്യം കോളേജ് അധികൃതർ അറിഞ്ഞില്ല. വിദ്യാർത്ഥികൾ തമ്മിൽ പുറത്തുവെച്ച് പരസ്പരം ആക്രമിച്ച വിവരങ്ങളും കോളേജ് അധികൃതർക്ക് അറിവില്ല. ഓഗസ്റ്റ് 10-നാണ് അമുദൻ ആശുപത്രിയിലായി വിവരം അറിയുന്നത്. കേസ് അന്വേഷിക്കുന്ന പോലീസിന് സംശയമുള്ള 15 വിദ്യാർത്ഥികളുടെ പട്ടിക കോളേജ് കൈമാറിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ്, കോയമ്പത്തൂര്, തമിഴ്നാട്. നമസ്കാരം. 2026 പകുതിയിൽ ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.